അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോകുന്ന ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം അല്ലാഹു തആല നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. കടന്നു വരുന്ന മുഹറം അത് നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള നല്ല അവസരങ്ങളാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ടതും ഈ ദുൽഹിജ്ജയെ നല്ലതുപോലെ യാത്രയാക്കാനും വരുന്ന മുഹറം മാസത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കുവാനും ഈ ദുആ നമുക്ക് പര്യാപ്തമാണ്. ഏതാണ് ആ ദുആ? എൻ്റെ ഉമ്മമാരും ഉപ്പമാർക്കും അറിയാവുന്ന ദുആയാണെങ്കിലും ഒന്നുകൂടി ഉണർത്തുകയാണ്. എപ്പോഴും നമ്മൾ ദുആരക്കണം. എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഅമതിക വജമീഇ സഖതിക യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ദുൽഹിജ്ജ മാസം വിട പറഞ്ഞ് മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഉമ്മമാരെ, ഈ കഴിഞ്ഞുപോയ ഒരു വർഷവും വരാനിരിക്കുന്ന ഒരു വർഷവും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടണമെങ്കിൽ ഈ ദുആ നമ്മൾ പഠിച്ചു വെച്ച് എപ്പോഴും നമ്മൾ ദുആരക്കണം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി, നിശ്ചയമായും ഞാൻ, അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ സവാലി നിഅമതിക, അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു. ഈ ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നിരുന്നു. ഇനി വരുന്ന മുഹറം മാസം, പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന മുഹറം മാസം, ഒരുപാട് സുന്നത്ത് നോമ്പുകൾ നമുക്ക് എടുക്കാൻ വലിയ അവസരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സുന്നത്ത് നോമ്പിന് വലിയ കൂലി അല്ലാഹു തആല നൽകുന്ന ഒരു സുന്ദരമായ മുഹറം മാസം. അതുപോലെ സ്വതക്കകൾ കൊടുത്താൽ വലിയ പുണ്യം, വലിയ കൂലി അല്ലാഹു നൽകുന്ന മുഹറം മാസം. ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ച മുഹറം മാസം. അങ്ങനെ ശ്രേഷ്ഠതകൾ ഏറെ നിറഞ്ഞ ഈ മുഹറം മാസത്തിലും അല്ലാഹുവേ, കഴിഞ്ഞുപോയ ദുൽഹിജ്ജ മാസത്തിൽ എന്തെല്ലാം, അല്ല, ഈ വർഷത്തിൽ കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തിൽ എന്തെല്ലാം നിഅമത്തുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ, ആ നിഅമത്തുകൾ ഇനി വരുന്ന ഈ മുഹറം മാസത്തിലും ഞങ്ങൾക്ക് തരണേ എന്ന തേട്ടം ഈ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ മാത്രമല്ല, ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ദുആരക്കണം. ഒന്നുകൂടി പറയാം ആ ദുആ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി, നിശ്ചയമായും ഞാൻ, അഊദു ബിക, നിന്നോട് കാവൽ ചോദിക്കുകയാണ്, മിൻ സവാലി നിഅമതിക, നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. വതഹവ്വുലി ആഫിയതിക, ആരോഗ്യം നീ കളയല്ലേ അല്ലാ. അല്ലെ, ഈ മുഹറം മാസം വരുമ്പോൾ നമുക്ക് ഇബാദത്തുകൾ എടുക്കാൻ അല്ലാഹു തആല ആരോഗ്യം തരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇനി മുഹറം ഒരു പുതിയ മാസം കടന്നു വന്നിട്ട് നമുക്ക് ഒരു അമലുകൾ എടുക്കാനുള്ള ആരോഗ്യ സ്ഥിതി ഇല്ല എങ്കിൽ പിന്നെ പോയില്ലേ. അതുകൊണ്ട് എപ്പോഴും ദുആരക്കണം. ഇന്ന് മുതൽ നമ്മൾ തുടങ്ങണം ഈ ദുആ. എന്താണ് ചോദിക്കുന്നത്? രണ്ടാമതായി അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു, വതഹവ്വുലി ആഫിയതിക, അല്ലാഹുവേ, ആരോഗ്യം നീ ക്ഷയിപ്പിച്ച് കളയരുത്. വഫുജാഅതി നിഖ്മതിക, അല്ലാഹുവേ, പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ശിക്ഷകൾ, അപ്രതീക്ഷിതമായ മരണം, അതിനെ തൊട്ട് അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വജമീഇ സഖതിക യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ, നിന്റെ കോപം ഉണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഈ ദുൽഹിജ്ജ മാസത്തിലും അതുപോലെ കഴിഞ്ഞുപോയ ഈ വർഷത്തിലും ഞങ്ങൾ നിനക്ക് കോപമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ്. അതൊക്കെ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. വരുന്ന മുഹറം മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. നമ്മളിലേക്ക് കടന്നു വരുന്ന ഇസ്ലാമിക് ന്യൂ ഇയർ ആകുന്ന നമ്മുടെയൊക്കെ പുതുവർഷം, നമുക്ക് പലപ്പോഴും മുഹറം, സഫർ, റബിയുൽ അവ്വൽ എത്ര പേർക്കറിയാം? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഉമ്മമാരെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ, എൻ്റെ ഉപ്പമാര് വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏത് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ചോദിച്ചാലും പച്ചവെള്ളം പോലെ നമ്മൾ പറയും. ആർക്കൊക്കെ അറിയാം അറബി മാസം തെറ്റാതെ പറയാൻ? ഒന്ന് ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ, കിട്ടുന്നുണ്ടോ? അറബി മാസം മുഹറം മുതൽ, മുഹറം 1ാമത്തെ മാസമാണ്, 12ാമത്തെ മാസം ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്ന, നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുന്ന ദുൽഹിജ്ജ മാസമാണ്. എത്ര പേർക്കറിയാം മുഹറം തൊട്ട് 12 മാസങ്ങൾ ദുൽഹിജ്ജ വരെ കൃത്യമായി എണ്ണാൻ അറിയാവുന്നവർ? അതിന്റെ പേരെങ്കിലും നമുക്ക് അറിയാമോ? അറിയാവുന്ന ഒരുപാട് പേരുണ്ടാകും. ഇനി അറിയാത്തവരെ കളിയാക്കുകയോ പരിഹസിക്കുകയോ അല്ല, മറിച്ച് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇസ്ലാമിൻ്റെ പുതിയ ഒരു വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു അനക്കവുമില്ല. ഡിസംബർ അവസാനിച്ച് ജനുവരി എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ആഘോഷിക്കുന്നു, നമ്മുടെ പേരക്കുട്ടികൾ ആഘോഷിക്കുന്നു, മരുമക്കൾ ആഘോഷിക്കുന്നു, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ നാടുകളിലൊക്കെ ആഘോഷങ്ങളാണ്, തിമിർക്കുകയാണ്. നമുക്ക് തന്നെ ഒരു ചിന്ത ഉണ്ടാകും, ഓ, പുതിയ വർഷം വരുന്നല്ലോ, ഒരു വർഷം കൂടി ആയുസ് കിട്ടി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ എത്ര പേര് മുഹറം വരുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്? വരുന്ന മുഹറം മാസം സന്തോഷിക്കേണ്ട ദിവസമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനിയും കൂടുതൽ ഇബാദത്ത് എടുക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഈ വർഷം തരുകയാണ്. ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്.
ആയുസ് കൂട്ടിക്കിട്ടിയെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. ആയുസ് കൂട്ടിക്കിട്ടിയതല്ല, മറിച്ച് മരണത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. മുഹറം വരുമ്പോൾ ചിന്തിക്കേണ്ടത് മരണത്തിലേക്ക് അടുക്കുന്നു എന്ന ചിന്തയാണ്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധമായ മുഹറം മാസം കടന്നു വരികയാണ്. ഈ മുഹറം മാസത്തിൽ അല്ലാഹുവേ, ഞങ്ങൾ നിനക്ക് കോപമുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോയാൽ പടച്ചവനെ അത് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു, നിന്റെ കോപത്തിന് ഇരയാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതൊന്നും ഇനി വരുന്ന ഈ മുഹറം മാസത്തിൽ ചെയ്യുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് ഉണ്ടാക്കരുതേ അല്ലാ എന്നാണ് ഈ ദുആഇന്റെ അർത്ഥം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ പഠിച്ചു വെച്ചോ, വരുന്ന മുഹറം മാസത്തിൽ ഉസ്താദ് ഏത് ദുആ പറയും എന്ന് ആരും ചോദിക്കേണ്ട. ഈ ദുആ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാവുന്ന ദുആയാണ്. വരുന്ന മുഹറം മാസത്തിലും വിട പറയാൻ ഒരുങ്ങുന്ന ഈ ദുൽഹിജ്ജ മാസത്തിലും ഒന്നുകൂടി പഠിച്ചോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഅമതിക വജമീഇ സഖതിക യാ റബ്ബൽ ആലമീൻ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ മുഹറം മാസം കടന്നു വരുമ്പോൾ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ, എങ്ങനെയാണ് നമ്മൾ മുഹറം മാസത്തെ സ്വീകരിക്കേണ്ടത്? കഴിഞ്ഞു പോകുന്ന ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ നമ്മൾ നല്ല രൂപത്തിൽ യാത്രയയക്കണം. പരിശുദ്ധമായ മുഹറം മാസം, അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ ഫളീലത്തുകളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ബഹുമാനിച്ച് ആദരിച്ച 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം. മുഹറം എന്ന പേര് തന്നെ അതിൻ്റെ അർത്ഥം പവിത്രമാക്കപ്പെട്ടത് എന്നാണ്, അല്ലെങ്കിൽ ഹറാമാക്കപ്പെട്ടത് എന്നാണ്. ഏതായാലും അള്ളാഹു ആദരിച്ച ഷഹറുല്ലാഹിൽ മുഹറം എന്ന് വരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന മാസമാണ് മുഹറം മാസം. ഒരു നിലാവ് കണ്ടു, പിറ കണ്ടു എങ്കിൽ നാളെ മുഹറം 1 എന്നാൽ ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും നമ്മൾ ചെയ്യേണ്ട സുപ്രധാനമായ 1-2 കാര്യങ്ങളാണ്. ആദ്യമായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഒരു ദുആയുണ്ട്. പരിശുദ്ധമായ മുഹറം മാസം എന്നല്ല, ഏത് മാസം കടന്നു വന്നാലും അതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ദുആ ചെയ്യേണ്ട പവിത്രമായ ഒരു ദുആയുണ്ട്. പിറ കാണുമ്പോഴുള്ള ദുആയാണ്. അത് പരിശുദ്ധമായ ഈ മുഹറം മാസം, അതായത് പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മുസൽമാന്റെ പുതുവത്സര ആശംസകളാണ് ഈ പറയപ്പെട്ട ദുആ. ഏതാണ് ആ ദുആ? നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും ആ ദുആ. അതെല്ലാവരും ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ മനപ്പാടമുള്ളവർ അങ്ങനെയോ, അല്ലെങ്കിൽ എഴുതിയെടുത്തോ, അല്ലെങ്കിൽ അത് നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുത്തോ, എങ്ങനെയാണെങ്കിലും ആ ദുആ ഒരു വട്ടമെങ്കിലും കുറഞ്ഞത് നമ്മൾ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ മഗ്രിബിന് ശേഷം പിറ കണ്ടാൽ, നിലാവ് കണ്ടാൽ നമ്മൾ പറയേണ്ട സുപ്രധാനപ്പെട്ട ദുആയാണ്. ഏതാണ് ആ ദുആ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഒന്നുകൂടി പറയാം. ആദ്യം പറയേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ. എന്നിട്ടോ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ് എന്നാണ് ആ ദുആ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ. എന്നിട്ട് പറയുന്നു അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമ. റഹ്മാനെ, ഞങ്ങളിലേക്ക് ഉദിപ്പിച്ച് നൽകിയിട്ടുള്ള ഈ പരിശുദ്ധമായ ഈ നിലാവ്, ഈ ഒരു പുതിയൊരു മാസം, പുതിയൊരു വർഷം, അല്ലാഹുവേ അത് ഞങ്ങൾക്ക് നീ ഈമാനിലും നിർഭയത്വത്തിലും അതുപോലെ തന്നെ സന്മാർഗത്തിലുമാക്കി നൽകണം, ഇസ്ലാമിലാക്കണം, സലാമത്തിലാക്കണം. അതുപോലെ തൗഫീഖുകൾ, ഒരുപാട് നന്മകൾ ചെയ്യാനും നന്മകൾ കരസ്ഥമാക്കുവാനുമുള്ള ഒരുപാട് തൗഫീഖുകൾ ഞങ്ങൾക്ക് ഈ മാസത്തിൽ, അതുപോലെ ഈ വർഷത്തിൽ ഞങ്ങൾക്ക് തരണമെന്നാണ് ഈ ദുആഇന്റെ ഏകദേശ അർത്ഥം. എന്നിട്ട് പറയുന്നു റബ്ബുനാ വറബ്ബുകല്ലാഹ്. ആ നിലാവിനെ നോക്കി പറയണമെന്നാണ്. റബ്ബുനാ വറബ്ബുകല്ലാഹ്, നമ്മുടെ രക്ഷിതാവും നിന്റെ രക്ഷിതാവും അല്ലാഹുവാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. അപ്പോൾ ഈ ദുആ ആരും മറന്നു പോവണ്ട. അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകളും ചോദിക്കാറുണ്ട്, ഉസ്താദേ ഈ നിലാവ് കാണുമ്പോൾ ഈ പറയപ്പെട്ട ദുആയൊക്കെ പറയേണ്ടതുണ്ട്, പക്ഷെ നിലാവ് നമ്മൾ കണ്ണുകൊണ്ട് കാണണ്ടേ, എന്നാലല്ലേ ഈ ദുആ പറയേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. കണ്ണുകൊണ്ട് കാണണം എന്നൊന്ന് യാതൊരു ഷർത്തും ഇവിടെ പിറ കാണുന്നതിൽ ഇല്ല. കാണണം. ആര്? ഒരാളെങ്കിലും, വിശ്വസ്തനായ ഒരാളെങ്കിലും കണ്ടിരിക്കണം പിറ, എന്നാലാണ് പിറ കണ്ടു എന്ന് സ്ഥിരപ്പെടുകയുള്ളൂ. രണ്ടാമതായി ചെയ്യേണ്ടത് പരിശുദ്ധമായ ഹദീസുകൾ, ചെറുവിധ നടത്തുന്ന മഹത്തരമായ കിതാബുകൾ എഴുതിയ ഒരുപാട് മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ മുഹറം മാസം
നാളെയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ രാത്രി ചെയ്യേണ്ട വലിയ ശ്രേഷ്ഠമുള്ള കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആനിൻ്റെ രാജാവ് എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ രാജകുമാരൻ എന്നാണ് പറയപ്പെടുന്നത്. ആയത്തുകളുടെ നേതാവാണ് പരിശുദ്ധമായ ആയത്തുൽ കുർസി. അത് എല്ലാ രോഗങ്ങൾക്കുള്ള ശിഫായാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിയാൽ അവനിക്ക് കിട്ടുന്നത് ഏകദേശം 21 അല്ലെങ്കിൽ 22ഓളം പ്രതിഫലമാണ്. ഏതൊക്കെയാണ് പ്രതിഫലം എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പറയാവുന്നതാണ്. അപ്പോൾ ആയത്തുൽ കുർസി ഓതുക ഇന്നത്തെ രാത്രിയും അതുപോലെ നാളത്തെ പകലും. അതായത് ഈ ഒരു ദിവസം, ആദ്യത്തെ ദിവസം തന്നെ എന്ത് ചെയ്യുക? ആയത്തുൽ കുർസി എത്ര പ്രാവശ്യം? 360 പ്രാവശ്യം. 360 പ്രാവശ്യം. അതായത് 360 ദിവസമാണ്, അല്ലെങ്കിൽ 360ഓളം വരുന്ന ദിവസമാണ് ഒരു വർഷത്തിൽ ഏകദേശം ഉള്ളത്, ഏകദേശ കണക്കാണ്. ആ ഓരോ ദിവസത്തിനുമുള്ള കാവൽ നമ്മൾ ഈ വർഷത്തിന്റെ തുടക്കം തന്നെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുക. എങ്ങനെ ആയത്തുൽ കുർസിയെ നമുക്കറിയാം, അത് ഒരു മിനിറ്റ് പോലും വേണ്ട ഒരു ആയത്തുൽ കുർസി ഓതാൻ, ഒരു മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ അങ്ങനെ ഈ ആയത്തുൽ കുർസിയെ 360 പ്രാവശ്യം, അത് ഒരൊറ്റ ഇരിപ്പിന് ഓതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഓതാം. അല്ലെങ്കിൽ എൻ്റെ ഉമ്മമാര് ജോലി ചെയ്യുന്ന സമയമാണ്, അല്ലെങ്കിൽ ഉപ്പമാര് വാഹനങ്ങൾ ഓടിക്കുന്ന സമയമാണ്, ജോലി ചെയ്യുന്ന സമയമാണ്, ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് ഓതാവുന്നതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഈ ആയത്തുൽ കുർസിയെ അതിൻ്റെ അക്ഷരങ്ങളൊന്നും തെറ്റാതെ ഏകദേശം 360 പ്രാവശ്യം നമ്മൾ ഓതുക. ഇത് ഒറ്റ ഉരിപ്പിന് തന്നെ ഇങ്ങനെ ഓതി തീർക്കണം എന്നൊന്നുമില്ല. നമുക്കറിയാം, നമ്മൾക്ക് ഒരുപാട് ജോലിയുള്ളവരാണ്, ഒരുപാട് തിരക്കുള്ളവരാണ്. അതിൻ്റെ ഇടയിൽ സമയം കിട്ടുന്നത് പോലെ, പറ്റുന്നത് പോലെ എങ്കിലും ഇത് ഓതി തീർക്കുക. ഇന്ന് പിറ കണ്ട് നാളെയാണ് മുഹറം 1 എന്ന് നമുക്ക് മനസ്സിലായാൽ ഇന്നത്തെ മഗ്രിബ് മുതൽ പിന്നെ ഇശാ, അതുപോലെ സുബഹി, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നാളത്തെ ളുഹർ, അത് കഴിഞ്ഞ് അസർ, മഗ്രിബ് വരെ സമയമുണ്ട്. ആ സമയത്തിന്റെ ഉള്ളിൽ ഈ ആയത്ത് ഓതി തീർക്കുക. എത്ര പ്രാവശ്യം? 360 പ്രാവശ്യം. അതുപോലെ തന്നെ ഈ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞ് നമ്മൾ ഒരു ദുആ പ്രത്യേകം പറയേണ്ടതുണ്ട്. ഒരു ദുആ അറബിയിൽ പറയുക, പിന്നെ ബാക്കി നമുക്ക് മലയാളത്തിൽ അറിയാവുന്നത് പോലെയൊക്കെ ദുആരക്കാം. അപ്പോൾ ആ ദുആ എങ്ങനെയാ? ആ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞിട്ട് നമ്മൾ പറയേണ്ട ഒരു ദുആയാണ്. ആദ്യം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്, അത് പറയുക. അത് കഴിഞ്ഞിട്ട് ഇനി പറയുന്ന ദുആ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലിഹി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് ആ ദുആ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ഉസ്താദേ എന്ന് ചോദിക്കും. അപ്പോൾ ഈ അർത്ഥം പഠിച്ചോ. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ. അല്ലാഹുവേ, അവസ്ഥകൾ മാറ്റിമറിക്കുന്ന റബ്ബേ. ഓരോ ആളുകൾക്കും ഓരോ അവസ്ഥകളാണ്, ഓരോ ഹാലാണ്. അപ്പോൾ അവസ്ഥകൾ മാറ്റിമറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളുടെ ഹാല്, പുതിയൊരു വർഷം വരികയാണല്ലോ, ഞങ്ങളുടെ അവസ്ഥ നീ നന്നാക്കി തരണേ അല്ലാ. ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ. ഉന്നതനും പ്രതാപശാലിയുമായ റബ്ബേ, നിന്റെ ഹാല് കൊണ്ടും അതുപോലെ നിന്റെ കഴിവ് കൊണ്ടും നിന്റെ ശക്തി കൊണ്ടും ഞങ്ങളുടെ നല്ല അവസ്ഥ നീ തരണേ അല്ലാ, ഞങ്ങളുടെ മോശപ്പെട്ട അവസ്ഥകളെ നീ മാറ്റി തരണേ അല്ലാ എന്നാണ് ഈ ഒരു ദുആഇന്റെ ഏകദേശ അർത്ഥം. അപ്പോൾ 360 പ്രാവശ്യം നമ്മൾ ബിസ്മിയോടുകൂടി ആയത്തുൽ കുർസി ഓതിയിട്ട് ഈ ദുആ കൂടി പറയുക. എന്നിട്ട് പിന്നെ മലയാളത്തിൽ പടച്ചോനെ എന്ന് പറഞ്ഞ് നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ നമുക്ക് ദുആരക്കാം. അപ്പോൾ ഈ ദുആ പഠിച്ചു വെക്കുക. അതിനുശേഷമോ മറ്റൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ പറയുക. അസ്തഗ്ഫിറുല്ലാഹ്. പുതിയൊരു വർഷം വരുന്നു, പഴയ വർഷം ഇതാ പോവുകയാണ്. പഴയ വർഷം കഴിഞ്ഞു പോകുമ്പോൾ അതിനെ ഇസ്തിഗ്ഫാറോടുകൂടി ആ വർഷത്തിൽ ചെയ്തു പോയ പാപങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പൊറുക്കപ്പെടണം. പ്രത്യേകിച്ച് ഈ അവസാന നിമിഷത്തിൽ ഞാൻ പറയുന്ന ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് അതിൻ്റെ പാപങ്ങൾ പൊറുക്കണം. ആ ഒരു നിയ്യത്തിൽ നമ്മൾ ഇസ്തിഗ്ഫാർ പറഞ്ഞ് ദുൽഹിജ്ജ മാസത്തെ യാത്രയാക്കുന്നു. പുതിയൊരു മുഹറം മാസത്തെ നമ്മൾ വരവേൽക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ ഇസ്തിഗ്ഫാർ പറയാം. 33 എങ്കിൽ 33, അല്ലെങ്കിൽ 101 ആണെങ്കിൽ അങ്ങനെ, 333 ആണെങ്കിൽ അങ്ങനെ, ഇനി എത്രയാണോ പറയാൻ പറ്റും. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അത് വലിയ ഭാരമുള്ള ഒരു വാക്കല്ലല്ലോ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അതങ്ങനെ കഴിയുന്നത് പോലെ പറയുക. അതോടൊപ്പം തന്നെ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ ചെയ്യേണ്ട
പ്രത്യേകമായ ഒരു ഇബാദത്താണ് 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി സൂക്ഷിക്കൽ. അതായത് ഒരു വെള്ള പേപ്പറിൽ നല്ല വൃത്തിയോടെ വുളൂഓടുകൂടി ഖിബിലക്ക് മുന്നിട്ട് നല്ല രൂപത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കൽ. എത്ര പ്രാവശ്യം? 113 പ്രാവശ്യം. ഇത് പണ്ട് മുതലേ ഉലമാക്കൾ ചെയ്തു വരുന്നതാണ്. പല ആളുകളും ചോദിക്കും, ഉസ്താദ് ഈ അടുത്താണല്ലോ ഞങ്ങളിത് അറിഞ്ഞത്. അത് പല ആളുകൾക്കുമുള്ള സംശയമാണ്. പല ആളുകളും വിമർശിക്കാനുള്ളൊരു കാര്യം തന്നെ ഇത് തന്നെയാണ്. ഈ അടുത്താണല്ലോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ പണ്ട് മുതലേ ആളുകൾ ചെയ്തു വരുന്നതാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയകൾ ഇത്രയധികം വ്യാപിച്ച സമയത്താണ് ഇത്തരത്തിലുള്ള ഇൽമുകൾ മറ്റുള്ളവരിലേക്ക്, പൊതുജനങ്ങളിലേക്ക് കൂടുതലായി എത്തുന്നത് എന്ന് മാത്രം. ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു വീഡിയോയിൽ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അതിൻ്റെ താഴെ കമൻറ്റായി നിരവധി സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള ഒരു നിവാരണവും അതോടൊപ്പം തന്നെ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു മനുഷ്യൻ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആദ്യത്തെ രാവിലോ പകലിലോ നല്ല വൃത്തിയുള്ള പേപ്പറിൽ നല്ല ശുദ്ധിയോടെ നല്ല മനസ്സോടെ, ചില ആളുകളായി എന്തായാലും എഴുതി വെച്ചേക്കാം എന്ന രൂപത്തിൽ എഴുതും. അങ്ങനെയല്ല, ഒരു മടിയില്ലാതെ, ഒരു അലസതയില്ലാതെ, ആരുടെയും നിർബന്ധം എടാ ഒന്ന് എഴുതി വെക്കടാ എന്ന് ഉമ്മ പറഞ്ഞു അല്ലെങ്കിൽ വാപ്പ പറഞ്ഞു, ആ ഒരു നിർബന്ധത്തിലല്ല, സ്വന്തം തോന്നിയിട്ട് നല്ല നീയത്തിൽ എഴുതി വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ആ വർഷത്തിൽ അയാളുടെ കുടുംബത്തിൽ ആ എഴുതി വെക്കുന്ന അയാളുടെ വാപ്പ, ഉമ്മ അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യ ആരൊക്കെയുണ്ടോ എല്ലാവർക്കും അല്ലാഹു